ഇനി മലക്കുകൾ വരണമെങ്കിൽ നിന്റെ വീട് സൗകര്യപ്പെടുത്തണം. എല്ലാ വീട്ടിലും മലക്ക് വരൂല. അള്ളാഹുവിന്റെ മലക്കുകൾ എല്ലാവരും നിന്റെ വീട്ടിലേക്ക്, എല്ലാ വീടുകളിലേക്കും കടന്നു വരൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അന്നബി ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അന്നിനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീട്ടിൽ വരാത്തതിന്റെ കാരണം പറയാ. നിന്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരാത്തതെന്നറിയുമോ? താടിയുള്ള, തഴമ്പുള്ള, തൊപ്പിയുള്ള, നിസ്കാരമുള്ള ഓരോ മനുഷ്യന്റെയും വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാര് വരുന്നില്ല. സമാധാനമില്ല. സദഖ കൊടുത്തിട്ടും നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും പടച്ചവനെ എന്തൊക്കെ നന്മ ചെയ്തിട്ടും നിന്റെ വീടിന്റെ അകത്ത് റഹ്മത്തില്ലേ, സമാധാനമില്ലേ? അതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനപടന്ന് പറയുകയാ. മഹാനായ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, രണ്ട് വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, പള്ളി കെട്ടാൻ പൈസ കൊടുക്കാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നടക്കാറുണ്ട്. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. അതിന്റെ കാരണം നിന്റെ വീട്ടിലേക്ക് രണ്ട് കാര്യങ്ങൾ നിന്റെ വീട്ടിലുണ്ടെങ്കിലും മലക്കുകൾ വരൂല. നിന്റെ വീട്ടിലേക്കും മലക്കു വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പട്ടിയെ ഏത് വീട്ടിലാണോ വളർത്തുന്നത്, പട്ടിയെ വളർത്തുന്ന വീട്ടിലേക്കും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ പിന്നെ പട്ടിയൊന്നും വളർത്തൂല, മുസ്ലിമീങ്ങളല്ലേ. നമ്മള് പട്ടിയെ വളർത്താത്തവരാ, പോകട്ടെ, പൂച്ചയല്ലേ വളർത്തുന്നുള്ളൂ, പോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിരിക്കണം എന്താ? ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഒരു സാധനം ഇങ്ങനെ കിടക്കണം. റബ്ബേ, എവിടെ? ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഇങ്ങനെ കിടക്ക, ഞാൻ ഇങ്ങനെ നോക്കി, എന്താ എന്താ കിടക്കണം? ഒരു പൂച്ച. ഉസ്താദേ, 30,000 രൂപയാണ്. സുബ്ഹാനല്ലാഹ്, 30,000 രൂപയുടെ പൂച്ച, മീശയും ഉള്ള വലിയ പൂച്ച. എഴുന്നേറ്റ് വരുമ്പോ കാണാൻ എന്ത് രസം. ആ വീട്ടില് പെൺകുട്ടി വന്നിട്ട് അതിനിങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ ഓളത്ത് വെച്ചോണ്ട് പോവാ. പടച്ചവനെ എന്നരിച്ചേക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവൾ അതുപോലെ അവളുടെ കുഞ്ഞിനെ എടുത്തിരുന്നെങ്കിൽ എന്നേ നന്നായേനെ. ആ പൂച്ചയെടുത്തുകൊണ്ട് വണ്ടിയിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ, കുപ്പിപ്പാല് കൊടുക്കണില്ലേ അല്ലേ? ആ പൂച്ചയെ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം മക്കളെ സ്നേഹിച്ചാൽ മതിയായി. ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പൂച്ച മതി. അവസാനം അതാ അള്ളുന്നത് പലപ്പോഴും കയറിയിട്ട്. പൂച്ചയുടെ സ്വഭാവമാകാതിരുന്നാൽ മതി. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലെ, ഇത് ചോദിക്കുമ്പോ പറയും, ഉസ്താദെ പൂച്ച. ഞാൻ പറഞ്ഞു മടുത്തു അതിനെ കുറിച്ചൊക്കെ. പൂച്ചയെ നബി സ്നേഹിച്ചിട്ടുണ്ടല്ലോ. പൂച്ച വീട്ടിൽ വന്ന ആട്ടി ഓടിക്കരുത്. പൂച്ച വീട്ടിൽ വന്ന ആട്ടി ഓടിക്കാൻ പാടുണ്ടോ? ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവിയാ പൂച്ച. എത്ര പേരെ എടാ പൂച്ചയെ ആട്ടി ഓടിക്കരുതെന്ന് പറഞ്ഞാൽ, പൂച്ച നിന്റെ വീടിന്റെ പുറകിലൊക്കെ ഇങ്ങനെ നടക്കണ പൂച്ചയില്ലേ, എന്തേ അതിനെ ആരും വീട്ടിൽ കയറ്റി വളർത്താത്ത? എന്താ? നബി പൂച്ചയെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്റെ വീടിന്റെ പരിസരത്ത് 5-6 പെറ്റി കിടക്കണ പൂച്ച എന്താ നീ വളർത്താത്ത? ഈ പൈസ കൊടുക്കുന്ന പൂച്ച, പൈസ കൊടുത്ത് 10,000-ഉം 20,000-ഉം കൊടുത്തു മേടിക്കുന്ന പൂച്ചയെ മാത്രമേ വളർത്താൻ പാടുള്ളൂ. ഈ പാവങ്ങൾ മാർക്കറ്റിലൊക്കെ നടക്കണ പൂച്ചകളില്ലേ, എന്തേ വളർത്താത്ത? എന്താ നാസറിനെ? എടാ, നിങ്ങളുടെ കടയിൽ എവിടെയൊക്കെ ആ പൂച്ച എന്താ വളർത്താത്ത? അത് വീടിനകത്ത് കയറ്റാൻ പറ്റില്ല. അത് പറഞ്ഞ അനുസരിക്കാത്ത പൂച്ച. അത് തന്നെ എല്ലാ വീട്ടിലും ഇപ്പൊ പൂച്ചയെ വളർത്തൽ. എന്താ വലിയ താടിയുള്ള ഹാജിയുടെ വീട്ടിലും പൂച്ചയെ വളർത്തല. എടാ, നിന്റെ വീടിന്റെ പരിസരത്ത് വന്ന് വല്ലപ്പോഴും കഴിക്കാൻ വരുന്ന പൂച്ചയ്ക്ക് നീ ഭക്ഷണം കൊടുക്ക്. നീ അതിനെ ആട്ടി ഓടിക്കല്ലേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിനെ നീ വീടിന്റെ ബെഡ്റൂമിനകത്ത് കയറ്റാറില്ല. അതിന് കൂടില്ല. അതിനെ കണ്ടാ ഓടിക്കും. പൈസ കൊടുത്ത് മേടിച്ചതിന് കൂടും ഫാനും
പ്രത്യേക ഭക്ഷണവും ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയെ വളർത്തുന്ന വീട്. 2, നിങ്ങളുടെ ആരുടെയും വീട്ടിൽ പട്ടിയില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രൂപങ്ങളുള്ള വീട്. രൂപങ്ങളുള്ള വീട്. ഫോട്ടോ ഉണ്ടാക്കിയിട്ട് കല്യാണ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുക വീടിനകത്ത്. മക്കളുടെ ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്നതും അങ്ങനെ നിൽക്കുന്നതും ഫോട്ടോ എവിടെ? വീടിന്റെ അകത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ഏത് വീട്ടിലാണോ വെച്ചിരിക്കുന്നത് അവിടെ മലക്കുകൾ കടന്നു വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആരുടെ ചിത്രമാകട്ടെ, നിന്റെ വാപ്പയുടേതാകട്ടെ, നിന്റെ ഉമ്മയുടേതാകട്ടെ, നിന്റെയും നിന്റെ ഭാര്യയുടേതാകട്ടെ, നിന്റെ മക്കളുടേതാകട്ടെ, പടച്ചവനെ ഏതെങ്കിലും ഒരു ജീവിയുടേതാകട്ടെ, രൂപങ്ങൾ, ജീവനുള്ള വസ്തുവിന്റെ രൂപങ്ങൾ നിന്റെ വീടിനകത്ത് വെച്ചാ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി അത് ഏത് കൊലകൊമ്പന്റെ ആണെങ്കിലും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ നൽകുമാറാകട്ടെ. തെളിവ് ഞാൻ പറഞ്ഞു തരാം. ആയിഷ റളിയല്ലാഹു തആല അൻഹാ അന്നഹാ ഖാലത്ത് വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം في ساعة يأتيه فيها فجاءت تلك الساعة ولم يأتي وفي يده عصا فألقاها من يده وقال ما يخلف الله وعده ولا رسله ثم استقل ثم اتفل فإذا جرء قلب تحت سريري فقال يا عائشة متى دخل هذا القلب ها هنا فقلت والله ما دريت فأمر به فأخرج فجاء جبريل فقال رسول الله صلى الله عليه وسلم واعتدني فجلست لك. ചരിത്രം പറഞ്ഞു തരാം. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ വഹിയുമായിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇന്ന സമയത്ത് ജിബ്രീൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നില്ല. വരേണ്ട സമയമായിട്ടും അവിടെ നിന്ന് കാണുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞതാ, കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് അത്ഭുതമായി വാഗ്ദാനം നൽകിയ സമയത്തും എത്തിച്ചേർന്നില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന് വാഗ്ദാനം ചെയ്തു, പക്ഷെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഒരു വടിയുണ്ടായിരുന്നു. മുത്തുനബിയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആ വടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത് എറിഞ്ഞു. ജിബ്രീലിനെ കാണാതെ വന്നപ്പോ, വരുമെന്ന് പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാതെ ഇരുന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ദൂതന്മാരെ ഇതുവരെ അവരുടെ വാഗ്ദാനം ലംഘിച്ചിട്ടില്ലല്ലോ. കറക്റ്റ് വരുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ജിബ്രീൽ വരാറുണ്ട്. ഇന്നെന്തേ അല്ലാഹ് വാഗ്ദാനം ലംഘിച്ചു കളഞ്ഞത്? അല്ലാഹുവേ, അവിടെ നിന്ന് വന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ വയ്യിലിരുന്ന വടി പോലും മുത്തുനബി എടുത്തെറിഞ്ഞു. അപ്പോഴാണ് തന്റെ കട്ടിലിന്റെ അടിയിൽ ഒരു നായക്കുട്ടി ഇരിക്കുന്നത് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ കട്ടിലിനടിയിൽ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ ഇരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് കാണേണ്ട താമസം അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, അല്ലയോ ആയിഷ, ഈ നായ ഇവിടെ ഇരിക്കണത് നീ കണ്ടില്ലേ? ഈ നായ ഈ വീടിനകത്ത് കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഞാൻ അറിഞ്ഞില്ല നബിയേ. നബിയേ, ഞാൻ അറിഞ്ഞില്ല നബിയേ. ഞാൻ കൊണ്ടുവച്ചതല്ല, ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല നബിയേ. അപ്പോഴാണ് അല്ലാഹുവേ, ആയിഷ ബീബി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതിനവിടെ നിന്ന് ആട്ടിയിറക്കുകയാണ്. ആ
വീടിന്റെ കട്ടിലിനടിയിലിരുന്ന നായ പടന്ന് പുറത്താക്കുകയാണ്. അതിനെ പുറത്തിറക്കിയതിന് ശേഷമാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ജിബ്രീൽ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുകയാണ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു ജിബ്രീൽ, എന്നാൽ താങ്കൾ വന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, താങ്കളുടെ വീടിനകത്തുണ്ടായിരുന്ന നായ എന്നത് താങ്കളിലേക്ക് എത്തിക്കുന്നതിനെ തടഞ്ഞു നബിയേ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നിശ്ചയമായും മലക്കുകൾ നായുള്ള വീട്ടിലും ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞ സമയത്ത് വരുന്നില്ല. പ്രവാചകൻ നോക്കിയിരുന്നിട്ട് ദേഷ്യം കൊണ്ട് തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട്, അല്ലാഹുവേ, നിന്റെ അടിമകൾ അല്ലാഹു അവിടെ നിന്ന് പറയുന്ന വാക്ക് ലംഘിക്കാറില്ലല്ലോ, എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാ കട്ടിലിനടിയിൽ ഒന്ന് പതുങ്ങിയിരിക്കുന്ന ഒരു പട്ടിയിരിക്കുക. ആ പട്ടി അപ്പോഴാ പറഞ്ഞു കൊടുത്തത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകൾ കടന്നു വരാത്ത വീടാണ് നായുള്ള വീട്, ചിത്രങ്ങളുള്ള വീട്. എല്ലാവരും ഞങ്ങളൊക്കെ വഴുതിന് പോകുമ്പോൾ എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കും. മംഗലാപുരത്തൊക്കെ പോകുമ്പോഴാണ് കൂടുതലും. അതിനകത്ത് ഇങ്ങനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മോൻ്റെ പേന എടുത്തിട്ട് വരച്ച് നമ്മൾ തന്നെ നമ്മുടെ മുഖം മറയ്ക്കേണ്ട ഗതികേടാണ്. കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറുമ്പോൾ കാണാൻ അലമാരിക്കകത്ത് ഫോട്ടോ മറച്ചു വെക്കുന്നൊരവസ്ഥ. കാരണം എന്തേ? മലക്കുകൾ വരൂല, മലക്കുകൾ കടന്നു വരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് നിങ്ങൾ നോക്ക്. എങ്ങനെയാണ് രൂപങ്ങളുള്ള വീട്ടിലും മലക്കുകൾ വരാത്തതിന്റെ തെളിവ് വേണോ? അല്ലാഹുവേ, അന്നബീഹി അന്നഹു സമിഅ ആയിഷ تقول دخل علي رسول الله صلى الله عليه وسلم وقد سترته صهوة لي بكرام فيه تماثيل فلما راه يا عائشة أشد الناس عذابا عند الله يوم القيامة الذي يضاهون بخلق الله. قالت عائشة فقطعناه فجعلنا منه وسادة أو وسادتين. സംഭവങ്ങളോടെ പടവൊക്കെ വരയ്ക്കണവര് കേട്ടോ, പടങ്ങളൊക്കെ വരയ്ക്കണവരുണ്ടല്ലോ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരിക്കൽ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. എൻ്റെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവേശിച്ചു. രണ്ട് രൂപങ്ങളുള്ള ഒരു മറ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ മറച്ചിരുന്നു. ജനലിൽ ഇങ്ങനെ മറച്ചിരിക്കുക ഒരു മറ, അതിനകത്ത് രണ്ട് രൂപങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു, കോപം വരുമ്പോഴങ്ങനെ വരിക. ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം അങ്ങ് വല്ലാതെ ചുമന്നു തുടുക്കും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്റെ വീട്ടിലേക്ക് വന്ന പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു തുടുത്തിട്ട് വീടിനകത്ത് കയറാതെ പ്രവാചകൻ തിരിച്ചുപോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സങ്കടമായി. അല്ലയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാരണമെന്തേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് രണ്ട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് എന്തോത്തിന്റെയോ രണ്ട് രൂപങ്ങൾ, രണ്ട് ചിത്രങ്ങൾ ആ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്തുണ്ടായിരുന്നു. മുത്തുനബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞത് കണ്ടപ്പോൾ അതിന്റെ സ്ഥാനത്ത് നിന്നത് വലിച്ചു കീറാൻ പറഞ്ഞു ആയിഷ ബീവിയോട്. ആ രൂപങ്ങളുള്ളത് വലിച്ചു കീറാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ആയിഷ, എന്റെ ഉമ്മമാരെ, എന്റെ മുസ്ലിമേ,
പടം വരയ്ക്കുന്നവർ, ചിത്രങ്ങൾ വരയ്ക്കുന്നവർ, വരച്ച ചിത്രങ്ങൾ വീടിന്റെ അകത്ത് തൂക്കിയിടുന്നവർ, മൃഗങ്ങളുടെയും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ കൊണ്ട് നടക്കുന്നവർ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് ഒരു ജനവിഭാഗമാണ്. ഒരു ജനവിഭാഗത്തിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവരാ. അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ, രൂപങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കാണ് നാളെ കഠിന ശിക്ഷ കിട്ടുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, അത് മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് മുത്തുനബി വീടിനകത്ത് കയറിയത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആ രൂപങ്ങൾ, ആ ചിത്രങ്ങളുള്ള തുണി ഞാൻ മുറിച്ചു കളഞ്ഞതിന് ശേഷമാ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ വീടിനകത്ത് കയറിയത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, തുണിക്കകത്ത്, ഇന്നത്തെ തുണിയൊക്കെ നോക്കിയ ബെഡ്റൂമിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന, കട്ടിലിന്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന തത്തമ്മ പറക്കുന്നത് കാണാം, അല്ലേ? എന്താ റഫീഖ? പല നമ്മുടെ വീട്ടിൽ വിരിച്ചിട്ടിരിക്കുന്ന വിരിപ്പിന്റെ മുകളിൽ പോലും കിളികൾ, എന്നിട്ട് പറയാ റഹ്മത്തിന്റെ മലക്ക് വരണം. വാതിലിന്റെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കർട്ടനകത്ത് പറവ പറക്കുന്നുണ്ട്, പൂച്ച ഇരിക്കുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ വെച്ചിട്ട് പറയാ മലക്കുകൾ വരണമെന്ന്. വരും, അസ്റായിൽ വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് വരും? അസ്റായിലിനെ ഇതുവല്ലം തടയോ? പട്ടിയല്ല, പന്നിയല്ല, ഇനി എന്തുണ്ടെങ്കിൽ ആ ചങ്ങാതി കയറി വരും. അള്ളാഹു നല്ല അവസ്ഥയിൽ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ വീടിനകത്ത് തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് പോലും ഒരു ചിത്രം കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് വീടിനകത്ത് കയറിയില്ല. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വീട്ടിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിനകത്ത് പോയിട്ട് തെരഞ്ഞു നോക്ക്, കയറുമ്പോഴേ കാണാം പടച്ചവൻ ഇങ്ങനെ അലമാരിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക, സെൽഫിക്കകത്ത്, വീടിനകത്ത്, റൂമിനകത്ത് കല്യാണ ഫോട്ടോ, ആ ഫോട്ടോ, ഈ ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.